ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ നമുക്ക് നല്ലോണം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ വെള്ളം ഒന്നും ചേർക്കാതെ നല്ലോണം അരച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് കാഷ്യൂനട്ടോ കിസ്മിസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇപ്പൊ നല്ലൊരു മണം വരും കേട്ടോ. ഇതാ നല്ല തുറാന്ന് തന്നെ പൊടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കാമേ. അതൊന്ന് ചൂടാറി കിട്ടട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനി അതേ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 1 കപ്പ് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ശർക്കര ഒന്ന് പാകമായി കിട്ടിയ സമയത്ത് നമുക്ക് ഇതൊന്ന് വടികെട്ടിയെടുക്കാമേ. അപ്പം ഞാൻ ശർക്കര നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതേ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കത് ഇതേപോലെ നല്ലോണം ഒന്നങ്ങ് എല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം കൈവിടാതെ തന്നെ മിക്സ് ചെയ്തോണം, അടി പിടിക്കാനായിട്ട് നോക്കാൻ പാടില്ല കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരിവാവും കേട്ടോ. ഇതേപോലെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, കിസ്മിസോ കാഷ്യൂനട്ടോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓരോ ബൗൾസ് ആയിട്ട് നമുക്ക് ഇതാ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങിപ്പോവും. ആ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം മുൻപോട്ട് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് തയ്യാറാക്കി നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ബാക്കിയുള്ള എല്ലാ ലഡും ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കിസ്മിസ് ഒക്കെ ഇതേപോലെ ഒന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ലഡുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകും കേട്ടോ. അത്തരത്തിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ടാണ്. അതുവരെ ബൈ.